എന്തോന്ന് കൊച്ചമ്മ ഇത്? അയ്യടാ, നിനക്കിത് ഏത് മണ്ഡലമാണെന്നറിയാവോ? ഇത് അരുവിക്കര മണ്ഡലം. അത് നിയോജക മണ്ഡലം. ഞാൻ ചോദിച്ച അതല്ല. അതെ, ഈ ഒരു ഹസ്തരേഖാ ശാസ്ത്രം ഉണ്ടല്ലോ നമ്മുടെ കയ്യുടെ, അത് വെച്ചോണ്ട് ഇത് ഏത് മണ്ഡലമാണെന്നറിയാവോ? അറിഞ്ഞൂടെ കൊച്ചമ്മ? എന്നാ കേട്ടോ, മൊത്തം നമ്മുടെ കയ്യിൽ 8 മണ്ഡലങ്ങളുണ്ട്. അതിൽ ഇതാണ് ശുക്രമണ്ഡലം. അത് ശരി. കൊച്ചമ്മ ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാ? കുറച്ച് ഹസ്തരേഖയും മുഖലക്ഷണവും ഇതെല്ലാം അത്യാവശ്യം എനിക്ക് പറയാൻ അറിയാവടാ പുത്തു. എന്താന്ന് വിചാരിച്ചേ? അല്ല കൊച്ചമ്മ, മണ്ഡലത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചേ കൊച്ചമ്മ ഇലക്ഷന് നിൽക്കാൻ പോണം. എന്ത് നിന്നൂടെ? നിൽക്കാം. എടാ, ഭരണചക്രം തിരിക്കാനുള്ള യോഗമൊക്കെ എന്റെ നക്ഷത്രത്തിലുണ്ട്. ആര് പറഞ്ഞു? സ്വാമി പവിത്രാനന്ദജി. അവര് അവനാരാ? അയ്യടാ, അവൻ പോരും. എടാ മണ്ട, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഈ സ്വാമിജി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ യൂട്യൂബ് കയറി നീ ഒന്ന് നോക്ക്. അതിലൂടെ ലക്ഷോപലക്ഷം ആൾക്കാരുടെ നാളും പ്രകാരമുള്ള സകല വർത്തമാനവും, ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതനാണ് ആ മനുഷ്യൻ. നിനക്ക് സംശയമുണ്ട്, അത് കയറി നോക്കാം. അപ്പൊ അറിയാം സ്വാമിജി ആരാ, അതും എന്താ നോക്കാം കേട്ടോ. ഇപ്പൊ തന്നെ എന്റെ ഈ ശുക്രമണ്ഡലത്തില് ഞാൻ എഴുതിയിരിക്കുന്ന സംഖ്യ എന്താണെന്നറിയോ? 888. ഈ 3 പ്രാവശ്യം 88 എഴുതിയിട്ട് നമ്മള് പവിത്രാനന്ദജി സ്വാമി പറഞ്ഞു തന്നൊരു മന്ത്രം, അതങ്ങനെ ഭക്തിയായിട്ട് മനസ്സിലങ്ങോട്ട് വിചാരിച്ചാൽ നമ്മുടെ ശത്രുക്കൾക്കെല്ലാം 8ന്റെ പണി കിട്ടും. നിനക്കും. അത് ഞാൻ ശത്രു അല്ല, ഞാൻ പറയാ. അല്ല, എന്നുണ്ടെങ്കിൽ കൊച്ചമ്മ, ഈ ശത്രു രാജ്യങ്ങളുടെ അടുത്ത് നമ്മൾ യുദ്ധത്തിന് പോകാതെ ഉള്ളം കയറി 8 എന്ന് എഴുതിയിട്ട് അവനൊക്കെ ചാവണേന്നങ്ങ് പ്രാവിയാ പോലെ അങ്ങ് ചാവുമല്ലോ. ഇതൊക്കെയാണ് നിന്നെ പോലുള്ള നിരീശ്വരവാദികളുടെ കുഴപ്പം. നീയേ ആ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഈ പറഞ്ഞ സ്വാമിജിയുടെ എല്ലാ പരിപാടികളും ഒന്ന് കണ്ടു നോക്ക്. പവിത്രാനന്ദജി സ്വാമി ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അപ്പൊ നിനക്ക് മനസ്സിലാവും കേട്ടോ. അദ്ദേഹം സ്വാമി മാത്രമാണ്? സ്വാമി മാത്രമാണ്? അല്ല, അദ്ദേഹം ഒരു മെന്റലിസ്റ്റ് കൂടാണ്. എനിക്ക് അപ്പോഴേ തോന്നി മെന്റലാണെന്ന്. എടാ പോത്തെ, മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെന്റലാണെന്നല്ല. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹം ആൾക്കാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നടക്കുന്നതും നടക്കാൻ പോകുന്നതും നടക്കാനിരിക്കുന്നതായിട്ടുള്ള സകല സംഭവങ്ങളും അദ്ദേഹം പറയും. അല്ല, ഇതുള്ള സത്യമാണ് ഞാൻ ഈ പറയുന്നത്. നിനക്കെല്ലാം പുച്ഛമാണല്ലോ. അയ്യോ, തോന്നുന്നു ശബ്ദം. ഭഗവാനെ, പവിത്രാനന്ദജിയുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഞാനിതൊന്ന് കാണട്ടെ. ഞാൻ അടുക്കള നിന്നൊന്ന് കാണട്ടെ. ഓ ഓ ഓ ഉപ്പും എരിവും കറക്റ്റ് ആണോ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓരോ ദിവസം എന്റെ കൊച്ചമ്മ ഓരോ കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവന്നു. പുതിയത് കിട്ടിയിട്ടുണ്ട്. എന്തോന്ന്? അല്ല, ഈ യൂട്യൂബിലെ ഓരോ ജ്യോത്സ്യന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പണം പെട്ടെന്ന് വരാനുള്ള മന്ത്രം, പിന്നെ മുട്ടുവേദന മാറാനുള്ള മന്ത്രം, പിന്നെ ശത്രുക്കൾ ഇല്ലാതാക്കാനുള്ള മന്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ശ്രദ്ധ മൊത്തം. അല്ല മുത്തോണ്ണ, എല്ലാവരും അങ്ങനെ കള്ളന്മാരല്ല കേട്ടോ. അപ്പൊ ഞാൻ തന്നെ ഒരു ജ്യോത്സ്യന്റെ യൂട്യൂബ് വീഡിയോ നക്ഷത്രഫലം എപ്പോഴും നോക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് ആ ആഴ്ച കറക്റ്റ് ആയിട്ട് സംഭവിച്ചിരിക്കും. മുത്തോടെ വിശ്വാസമൊന്നുമില്ലേ? അടുത്തൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. 10-12 വർഷമായിട്ട് വിശ്വാസമേ ഇല്ല. അത് അനുഭവങ്ങളാണല്ലോ ഓരോ മനുഷ്യനും ഓരോ പാഠങ്ങൾ എന്ന് പറയുന്നത്. അത് ശരിയാണല്ലോ. പിന്നെ നേരത്തെ, അതായത് പണ്ട് ഞാൻ ഒരു ജോത്സ്യന്റെ അടുത്ത് എന്റെ ജാതകം കൊണ്ട് പോയി. അപ്പം ആ ജാതകം നോക്കിയിട്ട് ആദ്യത്തെ പേജ് മറച്ചതേ ഉള്ളൂ. എന്റെ പേര്, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, അപ്പൂപ്പന്റെ പേര്, എല്ലാവരുടെ പേര്, വയസ്സ് എല്ലാം പറഞ്ഞിട്ട് കൂടെ വാർഷിക വരുമാനം വരെ പറഞ്ഞു. കണ്ടോ, ഇതാണ് ശാസ്ത്രം. കുന്തം ജാതകം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തതേ എന്റെ റേഷൻ കാർഡായിരുന്നു. അന്നത്തോടെ ഞാൻ ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകലേ നിർത്തി. എന്നാലേ ഞാൻ സത്യം പറയട്ടാ, വിശ്വസിക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. വിശ്വസിക്കും, ഞാനല്ലേ പറഞ്ഞത്. പറഞ്ഞോ. ചേച്ചിക്ക് അറിയില്ലേ, ഒരു ദിവസം എന്റെ കൈ പൊക്കാൻ പറ്റാതെ വന്നത്, ഹോസ്പിറ്റലിലൊക്കെ പോയി അസുഖമൊന്നും മാറിയില്ല, മരുന്നൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ചേച്ചി, ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ട് ഒരു മന്ത്രവാദിയുടെ ജോത്സ്യൻ്റെത്. പുള്ളിക്കാരൻ പറഞ്ഞു തന്ന മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് കൈ വേദന മാറൂന്ന്. പിന്നെ മാറിയില്ലേ? കൈ കൊണ്ട് 8 പ്രാവശ്യം കാണിച്ച് 2 ദിവസം കൊണ്ട് മാറി. പിന്നെ അല്ലേ പെട്ടെന്ന് മാറി ചേച്ചി. അതേതാ ജോത്സ്യൻ? എന്തോന്ന് പവിത്രോ എന്തോ ജി, പവിത്രാനന്ദജി.
അതേ അറിയാമോ? നല്ല കഥ. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നക്ഷത്രഫലം അല്ലേ ഞാൻ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത്. ഈ മഹാനുഭാവന്റെ പേര് എന്നെ കൊച്ചമ്മ എന്റെ അടുത്ത് പറഞ്ഞു. മുത്തോണ്ണ അങ്ങനെ നിസ്സാരമായി കാണണ്ട. പറ്റുമെന്നുണ്ടെങ്കിൽ മുത്തോണ്ണൻ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. അതൊക്കെ വെറുതെ പറഞ്ഞു ചുമ്മാ. അയ്യോ അല്ല, മുത്തോണ്ണന്റെ ഈ കല്യാണ തടസ്സങ്ങളൊക്കെ അദ്ദേഹം മാറ്റി തരും. ഒന്ന് പോയി കാണാൻ നോക്കൂ. ഇതല്ലേ പുള്ളി പറഞ്ഞല്ല അച്ചട്ടാണ്. എനിക്കിതൊന്നും വിശ്വാസമൊന്നുമില്ല. എന്റെ പോലെ സ്വാമിജി പറയാതിരിക്കാൻ വയ്യ, നിങ്ങളൊരു സംഭവം തന്നെ. അമ്മ, ഓ ഉക്രൈനിലേക്ക് നമ്മുടെ കറി പൗഡർ എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ? ആ അതിന്റെ ടെൻഡർ നമുക്ക് കിട്ടിയായിരുന്നു. ആ അല്ല, അമ്മക്ക് എന്തൊരു സന്തോഷമില്ലാത്ത? അതിന് സന്തോഷമില്ലാത്തത്? എടാ, ഈ ടെൻഡർ നമുക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അത് പൗത്രൻജിയുടെ അനുഗ്രഹമായിരിക്കും. അതെ, എന്താ സംശയം? കൊള്ളാം. ഈ ടെൻഡർ നീ സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോഴേ സത്യം പറഞ്ഞ ആ പോയ ദിവസം ഉണ്ടല്ലോ, അതിന്റെ സമയം വരെ കുറിച്ച് തന്നത് പവിത്രാനന്ദ സ്വാമിയാണ്. മാത്രമല്ല, ഞാനന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ, അത് കൊടുക്കാൻ പോയപ്പോ ഒരു ചുമന്ന ഷർട്ട് ഇട്ട് പോണം മോനെ എന്ന്. അതെ അതെ, അത് അദ്ദേഹം പറഞ്ഞു തന്നതാ. അതും പൗത്രൻജിയുടെ അനുഗ്രഹം തന്നെ അല്ലേ? ഈ പവിത്രം ചെയ്യാര്? അയ്യോ, അതൊരു മൊബൈൽ ജോത്സ്യൻ. അത് ശരി. എന്റെ മോനെ ഇതിന്റെ 10 പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഈ ഗൂഗിളിനകത്തെ അദ്ദേഹം ജോത്സ്യം പറയുന്ന ഒരു പരിപാടിയുണ്ട് യൂട്യൂബില്. അത് നീ ഒന്ന് കണ്ടു നോക്ക്. അമ്മ വീണ്ടും അമ്മയ്ക്ക് തുടങ്ങിയ ഇടയ്ക്ക് കുറെ നാൾ ഈ ജോത്സ്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ല, ഇപ്പൊ എന്ത് പറ്റി വീണ്ടും? കുഞ്ഞെ, അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് 10 പൈസയുടെ ചെലവില്ലാത്ത ഒരു കാര്യമാ. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. ഇഷ്ടമുള്ളവര് കേട്ടാ മതി, അല്ലാത്തൊരു വിട്ടേക്ക്. ഇപ്പൊ തന്നെ ഒരാളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു. എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്നും പറഞ്ഞാണോ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്? ശരി, ഇനിയിപ്പോ അടിച്ചില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ട് പിന്നെ ആരും ലോട്ടറി ടിക്കറ്റ് എടുക്കൂലേ? അതുപോലെ ഉള്ളടാ ഇതുമൊക്കെ. അതെ, കൊച്ചമ്മ മാത്രമല്ല, ലക്ഷ്മി കുഞ്ഞും സുരഭി എല്ലാം ഇപ്പൊ മൊബൈൽ ജോത്സ്യന്റെ പിറകെയാണ്. അല്ല, സാധാരണ മുത്തൊന്നില്ല ഇതൊക്കെ ചാടി ഇറങ്ങണത്. അല്ലെ, എനിക്ക് ഇപ്പൊ ഈ വിശ്വാസ പാർട്ടി മാറിയിട്ട് നിരീശ്വര പാർട്ടിയിലോട്ട് മാറി. എന്റെ കല്യാണം എന്ന് മുടങ്ങി തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് ജാതകത്തിനെയും ജോത്സ്യനെയും വെറുപ്പാണ് വെറുപ്പാണ് വെറുപ്പാണ്. ഏതായാലും ഒരു കാര്യം, എനിക്ക് നമ്മുടെ പവിത്രാനന്ദ സ്വാമി ഇവിടെ കൊണ്ടുവന്ന് ഒരു പൂജ ചെയ്യിച്ചാ കൊള്ളാം. എങ്ങനെ ഇരിക്കണം അമ്മ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ടടാ മോനെ, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ അത് പെട്ടെന്ന് വിളിച്ചത് കിട്ടത്തൊന്നുമില്ല. പൊന്നു കൊച്ചമ്മ, ഈ കുടുംബത്തിൽ സമാധാനപരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അതിനെ തൊലക്കരുത്. സത്യം ഇല്ല. ഈ കുടുംബത്തില് 2-3 ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇനിയും അതുകൂടെ നമുക്ക് മാറ്റിയെടുക്കണം. അത് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് ഒരു സമയം കണ്ടെത്തി എങ്ങനെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു പൂജ നടത്തും. അതോടുകൂടി നമുക്ക് സമ്പൂർണ്ണ സുഖമായിരിക്കും, എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അത് ഞാനിതൊന്ന് കാണട്ടെ. കൊച്ചമ്മ, ഓ, ഇത് നമുക്ക് വേണോ? വേണോടാ. ഒരു കാര്യം നേരട്ടെ, നിനക്കും കൂടെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. മര്യാദക്ക് എന്റെ കൂടെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ല, ഇഷ്ടം ഉണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും എന്റെ കൊച്ചമ്മയുടെ കൂടെ നിന്നല്ലേ പറ്റൂ. അയ്യോ, ഇത്രയൊന്നും അനുഭവിച്ചത് പോരാ. ഇരുട്ട് ഗ്രാമവാസിയായ ഞാൻ പലതവണ മോട്ടിക്കാൻ ശ്രമിച്ച വീടാണിത്. ഇന്നിതാ ജ്യോതിഷിയായി പകൽ ഈ തിരുമുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ആര്? നീങ്ക യാര്? ഓ, തമിഴനാണല്ലേ. എന്നെ വേണോ? നിന്നെ എനിക്ക് വേണ്ട. പിന്നെ இந்த மேடம் இல்லையா, அவருதான் கூப்பிட்டு வந்த. ഇവിടത്തെ മേടം എപ്പോഴും കൂക്കിട്ടത്? ഒരു ക്ഷണിച്ചിട്ട് വന്നരാ. എന്തോ ഒരു വശപ്പശ പോലെ ഉണ്ടല്ലോ. അയ്യോ, ഇതാര്? മുത്തോണ്ണ? മുത്തോണ്ണ താഴെ മനസ്സിലായില്ലേ? പവിത്രാൻജി അമ്മ പറഞ്ഞിട്ട് വന്നാണല്ലേ ജോത്സ്യൻ. അല്ല, കണ്ടിട്ടൊരു ജോത്സ്യന്റെ ലുക്കില്ല. அந்த ஜோல்சന്റെ ലുക്കൊക്കെ മാറിയാச்சு തമ്പി. തമ്പിയല്ല, മുത്തു. ஆமா, വരണോ സാർ? பார்க்கலாம் പാക്കാം, കാണണം. കാണണം.
അമ്മ അയ്യോ അയ്യോ എന്റെ പൊന്നു സ്വാമി അങ്ങനൊന്നും ചെയ്യല്ലേ. എനിക്ക് ഈ കാലിന്റെ മുട്ടിൽ ഒരു ചെറിയ ഒരു തട്ട് കിട്ടിയ ചിരിക്കുക, അല്ലേ ഞാനാ എഴുന്നേക്കേണ്ടത്. പറവല്ലേ അതല്ലേ പറവല്ലേ അല്ല, എല്ലാ പറവും ഇവിടെ ഉണ്ട്, കാക്കയുണ്ട്, കുയിലുണ്ട്, പ്രാവുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. നീ ഇതെന്താടാ ഈ പറയുന്നേ? പറവല്ലേ അത് സാരമില്ലാന്ന്. സാർ ഇവര് രണ്ടുപേരും എന്റെ മരുമക്കള്. ഞങ്ങള് സാറിന്റെ വീഡിയോസ് ഒക്കെ കാണും, ഭയങ്കര ഫോളോവേഴ്സ് ആട്ടോ. ഞാനും സാറ് പറഞ്ഞൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഒരിക്കൽ ഇങ്ങനെ കൈവേദന മാറാൻ വേണ്ടിട്ടേ ഈ മന്ത്രം ചൊല്ലിട്ടിരുന്നില്ലേ, കാക്കമന്ത്രം. അത് ഞാൻ ചെയ്ത് എനിക്ക് 2 ദിവസം കൊണ്ട് മാറി. 2 days ആമാ അല്ല, ഇവര് 3 പേരേ ഉള്ളൂ, ഞാൻ ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ കാണാറ്. എന്റെ കൂടെ കൂടിയിട്ട് കുറച്ചു കാലമായി. ആൾക്ക് ചെറിയ വിവരൊക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിലും പാവമാ. அம்மா ഓ இந்த வீடு வச்சுட்டு எவ்வளவு ஆகி? ഒരു 6 വർഷമായി കാണാം സ്വാമി. അല്ല, ഈ വാസ്തു സംബന്ധമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ஏய் பிரச்சனை ஒண்ணும் இல்ல. பாசிட்டிவ் எனர்ஜி இருக்குன்னு இந்த வீட்டுல ஒரு நெகட்டிவ் எனர்ஜி இருக்கு. ஒரு மினிட். ഉറങ്ങിയോ എന്തോ അമ്മ? ചുമ്മാ പ്രാർത്ഥിക്കുക. അയ്യോ, നല്ല ഉറക്കം. എന്ത് ഉറങ്ങിയത്? நான் ஒரு கதை சொல்லட்டுமா? ഏത് കഥ? இந்த ഭവനത്തില് നിങ്ങൾ 3 ആളും യമദേവനെ സ്വപ്നം കണ്ട. അയ്യോ അയ്യോ അതെ അതെ നമ്മൾ കണ്ടിരുന്നു. കണ്ടു കണ്ടു അയ്യോ സ്വാമി. എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് 3 ആൾക്കും യമദേവന്റെ എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. അയ്യോ ഞങ്ങൾ എന്നിട്ട് അത് സംസാരിച്ച് അത്ഭുതപ്പെടുകയും ചെയ്തു. കണ്ടോ സ്വാമിയുടെ ഒരു ശക്തി. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ സ്വാമി. യമദേവൻ എന്റെ ഭവനത്തിൽ വന്നത് സ്വപ്നമല്ലേ, നജന്താണ്. പക്ഷെ യമദേവൻ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഗത ഈ വീട്ടിന്റെ പരിസരത്ത് എവിടെയോ വെച്ച് മറന്നു. എവിടെ എവിടെ അത് എവിടെ മറന്നു വെച്ചത്? ഉണ്ടായിരുന്നു തോണം. നമുക്കത് കൺകളാൽ കാണ മുടിയാത്. കാലൻ വീണ്ടും വരും. എന്തിന്? ഗതയെടുക്കാൻ. അപ്പോ ഒരാളെ കൂടി തിരിച്ചു പോകുമ്പം കൊണ്ടുപോകും. അമ്മയുടെ 2ാമത്തെ മകൻ. അനിയൻകുട്ടൻ എന്റെ മോൻ സ്ഥലത്ത് പോലും ഇല്ല സ്വാമി. അവനങ്ങ് ദുബായി കിടക്കുക. കടവുളെ രക്ഷപ്പെട്ടു. പക്ഷേ മകനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെ കൊണ്ടുപോകും. അയ്യോ മുത്തുവണ്ണൻ. ഞാനാ? ഞാൻ പോവില്ല. ഛെ, അയ്യേ. സ്വാമി പറഞ്ഞ അച്ചട്ടാ. അതും 1 മാസത്തിനകം. 1 മാസം കൂടെ ഉള്ള മുത്തോണ്ട് നമ്മളെ നിങ്ങൾ എന്തോ പിള്ളേരെ ചുമ്മാ അവനായിട്ട് വരട്ടാതെ. കൊച്ചമ്മ, ഞാൻ പോവില്ല. നീ ചുമ്മാ വിഷമിക്കാതെ. ദേ, സ്വാമിയല്ലേ മുമ്പിൽ ഇരിക്കുന്നത്. യജമാ പോയി താനാകണം. 1 മാസം കണ്ടിപ്പാ കൊണ്ടുപോയി. അല്ല സ്വാമി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സ്വാമിക്ക് ഇത്രയും വലിയ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനല്ലേ, ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവില്ലേ സ്വാമി? പരിഹാരമുണ്ടമ്മ. 16ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ മാർക്കണ്ഡേയന് യമദേവൻ ആയുസ് നീട്ടിക്കൊടുത്തില്ലേ? അതാണ്. അതുപോലെ നിരീശ്വരവാദിയായ നിനക്ക് ഇതിന് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് ചെലവ് ചെയ്യേണ്ടി വരും. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ, അത് നടത്ത്. ഞാൻ അപ്പോഴേ പറയാം, വല്ലപ്പോഴും ഒക്കെ ഭഗവാനെ ഒന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കണേന്ന്. വേണോടാ. അല്ല, അത് പോട്ടെ. പൂജകൾ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് സ്വാമി പറഞ്ഞാ മതി. ഒരു 1-1.5 ലക്ഷം രൂപ. കൊച്ചമ്മ, എങ്ങനെയെങ്കിലും കൊടുക്കണം കൊച്ചമ്മ. എന്റെ ശമ്പളത്തിൽ നിന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ തന്നെ തീർത്തേക്കാം. അല്ല, അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരുന്നിടം വരെ നമ്മളൊക്കെ ഇരിക്കണ്ടായോ? കുറച്ചു കാലം പിടിക്കൂല്ലേ അത്? എങ്ങനെയും കൊടു കൊച്ചമ്മ. ശരി പോട്ടെ, എന്തെങ്കിലും ആട്ടെ, നീ വെപ്രാളപ്പെടാതെ. രൂപ ഞാൻ തരാം. സ്വാമി അതിനുള്ള ഏർപ്പാട് ചെയ്താട്ടെ. ആ പൂജയ്ക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഇന്ത എടുത്തുന്നതല്ലേ, അങ്ങ് കൈലാസത്തിൽ. ഗോകർണത്തിനായിരുന്നാലും കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവന്നേ പറ്റൂ. പിന്നെ ഒരാളിനെ രക്ഷിക്കുന്ന കാര്യമല്ലേ. അല്ല സ്വാമി പോട്ടെ സ്വാമി, അവനാകെ മൊത്തം അങ്ങ് വെപ്രാളവും ഭയവും ഒക്കെ കൂടെ ആയിട്ട് നിൽക്കുക. കൊണ്ടുവന്നാട്ടെ, എത്ര ചെലവായാലും ആ പൈസ ഞാൻ തരാം. അപ്പോ ഞാൻ എന്നാ പോയിട്ട് വരാം. അപ്പൊ സന്ധിക്കും വരെ വണക്കം. വണക്കം വണക്കം. ഈശ്വരാ ഭഗവാനെ. ചായ പോലും കൊടുക്കാൻ പറ്റില്ല സ്വാമി. ശരിയാ മറന്നുപോയി കേട്ടോ. ഏയ് ഒന്നും വേണ്ട, എவ்வளவு വേണ്ട. എല്ലാം സമാധാനം സമാധാനം. എന്നെ രക്ഷപ്പെടുത്തണേ സ്വാമി. എടുത്തു. ഓ ഓ ഓ. അയ്യോ, പച്ച വെള്ളം കൊടുക്കാത്തവനാ മനുഷ്യന്. പോന്ന പോക്ക് കണ്ടോ, കാലെ പിടിച്ചോണ്ട്. ചായ കൊടുത്തില്ല.
അയ്യോ ഇത്രയൊക്കെ ഉള്ളു നിരീശ്വരവാദം. അങ്ങനെ 10 ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഇനി 20 ദിവസവും കൂടെ ബാക്കി. ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല എന്റെ പൊന്നേ. അണ്ണാ ഇത് എന്തൊരു ഇരിപ്പാ ഇത്? ഏത് സമയം അണ്ണാ? ഇതൊക്കെ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കുന്നല്ലേ ഞാൻ കരുതിയത്. അല്ല, നിങ്ങൾ 3 പേരും കാലിനെ സ്വപ്നം കണ്ട കാര്യം വായിച്ചെടുക്കുമ്പോഴല്ലേ അങ്ങേര് പറഞ്ഞത്? അല്ല, ആ സാറ് പറഞ്ഞത്. അണ്ണൻ വിഷമിക്കാതെ, ഇതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവന്റെ അവസ്ഥയാണ് കുഞ്ഞെ എനിക്ക്. അണ്ണാ ഇനിയിപ്പോ അണ്ണന്റെ അവസാന ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ ചെയ്തു തീർത്തു കഴിഞ്ഞ് നല്ല ജോളിയായിട്ട് മരിക്കാൻ നോക്കുക. അപ്പൊ എല്ലാവർക്കും അറിയാല്ലേ ഞാൻ ഉടനെ തന്നെ പടമായിട്ട് ഭിത്തിയിൽ ഇരിക്കുന്നു. എടി നീ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് മുത്തോണ്ണൻ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ചതല്ല പിന്നെ അല്ല കുഞ്ഞെ, ലക്ഷ്മി കുഞ്ഞിനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഞാൻ പോത്തിനെ കണ്ടായിരുന്നു. കണ്ടാ അറിയാം അത് പോലന്റെ കാത്ത് തന്നെ. അല്ല, കാലന്റെ പോത്ത് തന്നെ. എന്റെ അണ്ണ, ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലാണ്. ഞാനും ഇതിപ്പം അങ്ങേര് പറഞ്ഞ 1 മാസം ഒന്നും വേണ്ടില്ല, അതിന് മുമ്പ് നിങ്ങൾ തട്ടിപ്പോവും. ഇങ്ങനെ പേടിച്ച ആലോചിച്ച് നിങ്ങൾ പോ, അകത്തോട്ട് പോ. നാളെ ചാവേണ്ടവനെ ഇന്നേ അങ്ങ് കൊല്ലും. ഇന്ന് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കണം. അച്ചപ്പോ എന്താ കാര്യം? മുത്തോണൻ പറഞ്ഞു കുറച്ച് അച്ചപ്പം കഴിക്കാൻ കൊതിയാവണമെന്ന്. പാവം, അവസാനത്തെ ആഗ്രഹമല്ലേ, ഉണ്ടായി കൊടുക്കാന്ന് വിചാരിച്ചു. അയ്യോ ഇതെന്തോന്ന്? നിങ്ങളെല്ലാരും കൂടെ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണോ അവനിപ്പോ 10 ദിവസം കഴിഞ്ഞങ്ങ് തട്ടി പോകുന്നു? അല്ല, അന്ന് ഓ എടി കുഞ്ഞ, ഇങ്ങോട്ട് നോക്ക്. ഒന്നാമത് ആ പാവത്താൻ ദിവസം എണ്ണി കഴിയുക. ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞും കാണിച്ചു ഒന്നും വെപ്രാളം കൂട്ടരുത്. ജീവിച്ചു പൊക്കോട്ടെ അവനുള്ള അവിടത്തോളം കാലം. ആ മുത്തോണ്ണന്റെ എല്ലാ പേടിയും മാറിയിട്ടുണ്ട്. ഇപ്പൊ കൂടെ പ്രതീക്ഷിച്ച ഫോൺ കോൾ വിളിച്ചതേ ഉള്ളൂ അല്ലേ? എന്ത് മുത്തോണ്ണ? എന്താടാ? നീ ധൈര്യമായിട്ടിരിക്കുക എന്റെ മുത്തു. സകല പ്രതിനിധി നമുക്കറിയാമല്ലോ എന്താന്നുള്ളത്. എത്ര ലക്ഷം രൂപയാണെങ്കിലും ശരി, ഞാനത് നടത്താൻ പോലേ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്നുകൊണ്ട് ചുമ്മാര് വിഷമിച്ച്? പേടിക്കാതെ ഒരു കാര്യം, ഉള്ളിടത്തോളം ദിവസം ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. എന്തോ ആവട്ടെ. അമ്മ പറഞ്ഞു കേട്ടില്ലേ? മനസ്സിലായി കൊച്ചമ്മ. ഓ എനിക്കൊരു ആഗ്രഹമുണ്ടേ. എന്തോന്ന്? ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. യമദേവാ നീ എവിടെ? അതൊന്ന് പാടാനുള്ള അവസരം തള്ളാം. പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. നീ കവിത ചൊല്ലി യമദേവാ നീ എവിടെ നിന്ന് ചോദിക്കാതെ ഈ ഞാൻ പറഞ്ഞെന്താന്നറിയാമോ, ഈ ഉള്ള 20 ദിവസം നീയായിട്ട് കുറയ്ക്കരുത് കേട്ടോ. ഉണ്ടായിരുന്നാ മതി. നിങ്ങളെ സൈബർ മാന്ത്രിക എത്തി. സൈക്കിളിൽ മാന്ത്രിക? സൈക്കിളിലെ മാന്ത്രിക അല്ല, സൈബർ മാന്ത്രിക. ഏതായാലും ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. കൊണ്ടുവാ. ഈശ്വരാ ഭഗവാനെ. വന്നാട്ടെ. സ്വാമി അയ്യോ ഭഗവാനെ. എന്തായി സ്വാമി കാര്യങ്ങളൊക്കെ? ഞാൻ ഇവിടുന്ന് വന്ന് നേരെ പോയത് കൈലാസത്തിൽ. അവിടെ മാത്രം അത്യപൂർവമായ ഈ പൂജാ സാധനങ്ങളെല്ലാം കിടക്കും. അല്ല സ്വാമി, ഈ എന്തൊക്കെ ഈ അത്യപൂർവമായ മരുന്നുകള്? ഒരുപാടുണ്ട്. ഇതെന്തോന്ന്, ടോയ്ലറ്റ് പേപ്പറാ? ഏയ്, പൂജയുടെ ലിസ്റ്റടാ, നിന്നിച്ചുകൂടാതെ. വായിക്കട്ടെ. പുലിപ്പല്ല് 1, പോത്തിൻ തല 1, മൂങ്ങാത്തുവൽ 20, കുട്ടിത്തേവാങ്ങിന്റെ തോൾ 2, മരപ്പൊട്ടിയുടെ പുരികം 2. അങ്ങനെ 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 ഒരുപാട് സാധനങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷം. ഞാൻ ഇപ്പോഴേ പൂജയുടെ കാര്യങ്ങൾക്ക് വൃത്തി ശുദ്ധിയൊക്കെ വേണ്ടോ അത് ഞാൻ നോക്കാം. എന്നെ കാപ്പാത്തണം. മുകളിലേക്ക് പോകുന്ന
ഈ ഇത്രയൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടല്ലോ, അഡ്വാൻസ് എന്തെങ്കിലും വേണോ? ഏയ് ഒന്നുമേ വേണ്ട, അങ്ങനെ മേടിക്കുന്ന ആളല്ലേ ഞാൻ. ഒന്നുമേ വേണ്ട, സന്തോഷം. പൂജ കഴിഞ്ഞിട്ട് തന്നാൽ മതി. സ്വാമി ശരണം. അപ്പൊ 28-ാം തീയതി പാക്കല. അങ്ങനെ ആട്ടെ. വരട്ടുമാ. ശരി. അയ്യോ പോട്ടെ, എല്ലാം കിട്ടിയില്ല, സമാധാനമായി, മുത്തൂരും സമാധാനമായി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ചുമ്മാ പൈസ ചെലവ്. ഒന്നാമത്തെ കാര്യം അഡ്വാൻസ് വല്ലതും വേണോന്ന് ഞാൻ ചോദിച്ചപ്പോ എന്തോ ആള് പറഞ്ഞേ, വേണ്ട പൂജയൊക്കെ കഴിയട്ടെ. അതെ, വേറെ വല്ല സ്വാമികളായിരുന്നെങ്കിൽ എപ്പോഴും അഡ്വാൻസ് വാങ്ങിച്ചോണ്ട് പോയാലേ. പിന്നല്ല. അത് തന്നെയാണ് അവന്റെ കള്ളത്തന്. എടാ ഈ മുത്തു എന്നൊക്കെ പറഞ്ഞാല് നിനക്കറിയാമല്ലോ, ഒരു മോനെ പോലെ നമ്മളോട് കാലം കുറെ ആയി കൂടിയിട്ട്, അവന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ല പിന്നെ എന്തോ ചെയ്യുമെന്ന്. ആയിക്കോട്ടെ, ഞാനായിട്ടൊന്നിനും തടസ്സം നീക്കണം. ഞാൻ എന്തായാലും മുത്തോണ്ട് പോയി അച്ചപ്പം ഉണ്ടാക്കട്ടെ. ഞാനോട് സഹായിക്കാൻ സുരഭി. ഓ ഇല്ല, അവനെ വെറുതെ വിടരുത്. അച്ചപ്പമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കൂടുതൽ വിഷമിപ്പിക്കാൻ നോക്ക്. അർപ്പിച്ചു. തിരുവനന്തപുരം ഗ്രാമത്തിൽ അയ്യോ ലക്ഷ്മി, സുരഭി ഒന്ന് ഓടി വാങ്ങിക്കോട്ടെ. എന്താ അമ്മേ? ദൈവമേ, ഇതൊന്നും കണ്ടില്ലേ ഈ പത്രത്തിൽ വന്ന വാർത്തയൊക്കെ? അയ്യോ എന്തോന്ന്, ഇതായാലല്ലേ? അയ്യോ അത് തന്നെ ഞാൻ പറഞ്ഞത്. എന്നാ ശരിയാ. വായിക്കേ ഇങ്ങോട്ട്. അയ്യോ മുത്തോണ്ണ. ശരി. ഇല്ലില്ല, മറ്റേ സ്വാമി പരമാനന്ദ സ്വാമി, അവന്റെ പേരെന്താ? അതാണ് ഞാൻ അപ്പൊ പറഞ്ഞത്. പവിത്രാനന്ദൻ. ഏതാനന്ദോ നീ വായിക്കേ. തിരുട്ട് ഗ്രാമത്തിൽ എത്തിയ 4-അംഗ കവർച്ചാ സംഘം പോലീസ് പിടിയിൽ. ജ്യോതിഷത്തിന്റെയും പൂജയുടെയും മറവിൽ ആളുകളുടെ വിശ്വാസം നേടി പൂജയുടെ പേരിൽ വീടുകളിൽ പട്ടാപ്പകൽ കയറി കൊള്ളയടിക്കാനാണ് ഇവരുടെ രീതി. സംഘത്തലവൻ പളനിവേൽ എന്ന പവിത്രാനന്ദനാണ് അറസ്റ്റിലായത്. വേലോ. ആ അങ്ങനെ തന്നെ പവിത്രാനന്ദൻ. യൂട്യൂബ് ചാനൽ വഴിയാണ് പവിത്രാനന്ദൻ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ആ അങ്ങനെയാണല്ലോ നിങ്ങളെല്ലാം കൂടെ ബന്ധം സ്ഥാപിച്ചത്. എന്നിട്ട് ബാക്കി വായിര്. ബാക്കി വയ്ക്കട്ടെ. എന്തോന്ന്, ചന്ദ്രഹാസത്തിലെ സുഹാസിനിയാണ് പോലീസിനെ സഹായിച്ചത് എന്ന് പോലീസ് മേധാവി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഞാനോ? എപ്പോഴും വിളിച്ചു പറഞ്ഞു കൊച്ചമ്മ. അയ്യോ ഞാനോ? അതെങ്ങനെ? ആ ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാ. എന്നിട്ട് അമ്മയുടെ പ്ലാൻ ആണെന്ന് പറയുകയും ചെയ്യും. ആ നന്നായി. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് ഞാൻ പറയണത് അതെ, ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഈ പത്രക്കാരും ചാനലുകാരും ഒക്കെ വരും അന്വേഷിച്ച്, മനസ്സിലല്ലേ? അപ്പൊ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ആരും ഒരു അക്ഷരം വേണ്ടണ്ട, ഞാൻ ഏറ്റു. കൊച്ചമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ എന്താ അവൻ ജയിലിലായല്ലോ, 20 ദിവസവും കൂടെ ഞാൻ നോക്കും. എനിക്കൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ജയിലിൽ കയറി ചെന്നിട്ട് അവന്റെ ചെവക്കല് നോക്കി ഞാൻ ഒരെണ്ണം കൊടുത്തു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.